ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. 139ാമത് ചങ്ങനാശ്ശേരി അതിരൂപത ദിനം ആചരിച്ചു. അതിരൂപത ദിനാഘോഷം ഇടുക്കി രൂപത മെത്രാൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷത വഹിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത മുൻ മെത്രാപ്പോലിത്ത മാർ ജോസഫ് പൗവത്തലിന്റെ സ്മരണാർത്ഥമുള്ള ഫൗണ്ടേഷനും പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ സ്മാരകമായുള്ള ഭവന നിർമ്മാണ പദ്ധതിയും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രഖ്യാപിച്ചു. ആർച്ച് ബിഷപ്പ് എമരിറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം അനുഗ്രഹ പ്രഭാഷണവും ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ജോസ് ചേന്നാട്ടുശ്ശേരി CMI മുഖ്യപ്രഭാഷണവും നടത്തി. മെയ് 18 ഞായറാഴ്ച വത്തിക്കാനിൽ നടന്ന ലിയോ 14 പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഔദ്യോഗിക പ്രതിനിധി സംഘത്തിൽ ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയെയും ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികൾ പ്രതിഷേധവുമായി രംഗത്ത്. 3 അംഗ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിൽ ഇസ്ലാം മതവിശ്വാസിയും സെനറ്റ് ചെയർമാനുമായ യൂസഫ് റാസ ഗിലാനി, പഞ്ചാബ് പ്രവിശ്യ ഗവൺമെന്റിലെ ന്യൂനപക്ഷകാര്യ മന്ത്രിയും സിഖ് അംഗവുമായ രമേശ് സിംഗ് അറോറ എന്നിവരെയും ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ക്രൈസ്തവ പ്രതിനിധിയെ ഒഴിവാക്കിയിരുന്നു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പയായ ലിയോ 14 പാപ്പയുടെ ജീവചരിത്രം EWTN പുറത്തിറക്കും. ലോകത്തെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കത്തോലിക്ക ടെലിവിഷൻ ശൃംഖലയായ EWTN വൈസ് പ്രസിഡന്റും എഡിറ്റോറിയൽ ഡയറക്ടറുമായ മാത്യു ബെൻസനാണ് ലിയോ 14 ആദ്യത്തെ അമേരിക്കൻ പാപ്പയുടെ വിവരണം എന്ന പേരിൽ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്നത്. മെയ് 22 വത്തിക്കാനിലെ ക്യാമ്പോ സാനറോ ടുണിക്കോയിൽ പ്രാദേശിക സമയം വൈകുന്നേരം 5:30 നടക്കുന്ന പരിപാടിയിൽ പുസ്തകം ഔദ്യോഗികമായി പുറത്തിറക്കും. കാശ്മീർ മേഖലയിൽ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയും പാകിസ്ഥാനും ശാശ്വത സമാധാനത്തിനുള്ള പാത കണ്ടെത്തണമെന്ന് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്. കാശ്മീർ മേഖലയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ തുടരുന്നതിനാൽ പൂർണ്ണവും നിർണായകവുമായ ഒരു കരാർ കണ്ടെത്തണമെന്നും അദ്ദേഹം ഇരുപക്ഷത്തോടും അഭ്യർത്ഥിച്ചു. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ശാശ്വത കരാറിൽ ഉടൻ എത്തിച്ചേരാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നതായി ലിയോ 14 പാപ്പയും പറഞ്ഞിരുന്നു. ലിയോ പാപ്പയെ സന്ദർശിച്ച് വിവിധ രാഷ്ട്രതലവന്മാർ. കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പിയത്രോ, ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ്, ലിയോ പാപ്പ ഒരു പതിറ്റാണ്ട് നീണ്ട കാലയളവിൽ സേവനം ചെയ്ത പെറു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി, യുക്രൈൻ പ്രസിഡന്റ് വലോഡിമിർ സെലൻസ്കി എന്നിവരുമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പെറുവിലെ മുഴുവൻ ജനതയുടെയും വാത്സല്യപൂർണമായ അടുപ്പം പരിശുദ്ധ പിതാവിനെ കൊണ്ടുവന്നിരിക്കുന്നുവെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രസിഡന്റ് X സന്ദേശത്തിൽ കുറിച്ചത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.